ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ഫേസ് ഫുള്ളായിട്ട് തന്നെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പിലത്തെ പാർട്ടുകളൊക്കെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ആ ഒരു പാർട്ട് കണ്ടിട്ട് ഈ ഒരു പാർട്ട് കണ്ടാൽ മതി കാണാത്തവരുണ്ടെങ്കിൽ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പകുതിയോളം വരച്ചിട്ടുണ്ടായിരുന്നു ഫേസ്. അപ്പം ഇനി ഒരു ബാക്കി പകുതിയോടെ നമുക്ക് വരയ്ക്കാനുള്ളൂ. അപ്പം കഴിഞ്ഞ പ്രാവശ്യമുള്ള തന്നെ ഈ പ്രാവശ്യം നമ്മൾ ഒരുപാട് വീഡിയോ സ്കിപ്പ് ചെയ്തോ കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല, ഒരുപാട് സ്പീഡിലൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്യാനുള്ള ഒരു സ്പീഡിലൊക്കെ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രാവശ്യവും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഫേസ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു തന്ന ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ റിപ്പീറ്റ് പറയുക. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് നമ്മൾ ചെയ്ത് തുടങ്ങുക, എങ്ങനെയാണ് വരച്ച് തുടങ്ങുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങൾ ഓരോ പാർട്ട് കണ്ടിട്ട് വരച്ച് നോക്കുക. വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം കമൻറ്റായിട്ട് ചോദിക്കുക ഓരോ സംശയങ്ങളൊക്കെ വരുന്ന സമയത്ത്. പിന്നെ മെസ്സേജ് തന്നെ ചോദിക്കണമെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരച്ച ഡ്രോയിങ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം തന്നെയാണ് ഈ പ്രാവശ്യം വരച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് കണ്ണിൻ്റെ ആ ഒരു ഭാഗം വരയ്ക്കുന്ന സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, പരമാവധി റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ വരയ്ക്കുക. കാരണം നമുക്ക് മെയിൻ ഹൈലൈറ്റ് നിൽക്കേണ്ട ഭാഗം എന്ന് വെച്ചാൽ കണ്ണാണ്. അപ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലപോലെ വരയ്ക്കുക. അതുപോലെ സമയം എടുത്ത് തന്നെ ചെയ്യുക. ഓരോ ഇപ്പം നിങ്ങൾ കണ്ണ് മാത്രമല്ല ഏത് ഫേസിലെ ഏത് പാർട്ട് എടുത്താലും മൂക്കാണെങ്കിലും ഏത് ഭാഗം എടുത്താലും ഇപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ചെയ്തെങ്കിൽ പോലും നല്ല സമയം എടുത്ത് തന്നെ ചെയ്യുക. ഏത് ഭാഗം ചെയ്താലും അത് ഞാൻ പറയാറുണ്ടായിരുന്നു. കാരണം നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആ സമയം കിട്ടണം. സമയം കിട്ടിയാൽ മാത്രമേ നമുക്കത് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഡ്രോ ചെയ്ത് ഫിനിഷ് ആക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. അപ്പം ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുക. കാരണം നമ്മൾ നല്ല സമയത്ത് തന്നെ ചെയ്യുന്നുള്ളൂ. ഒരു സമയം കണ്ടെത്തി ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്നു. നമ്മൾ ഫുള്ളായിട്ട് ഒരു ഡേ ഫുള്ളായിട്ട് നമ്മളിത് വരയ്ക്കുന്നില്ല. അപ്പം അങ്ങനെ ഇരുന്നാൽ നമുക്ക് മടുക്കത്തുള്ളൂ. അപ്പം മടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വരയ്ക്കാനുള്ളൊരു ഇൻട്രസ്റ്റൊക്കെ പോകും. അതിൽ നല്ലത് നമ്മൾ ചില ക്ഷമയോടെ ഇരുന്ന് ചില സമയമൊക്കെ എടുത്ത് ചില റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് നേരം ഒന്ന് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇരുന്ന് വീണ്ടും വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളും ഫോളോ ചെയ്ത് പോയാൽ മതി. എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് ലാസ്റ്റ് നല്ലപോലെ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ ഡ്രോയിങ്ങിൻ്റെ. അപ്പം നമ്മളൊരു ഫേസ് വരയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് നല്ല സമയം തന്നെ വേണ്ടി വരും. അപ്പം നിങ്ങൾ ഇതിൻ്റെ അടുത്തൊരു പാർട്ട് കൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം അടുത്ത പാർട്ടിൽ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് കൈയുടെ ഭാഗം വരയ്ക്കാനുണ്ട്, അതുപോലെ ഡ്രസ്സ് വരയ്ക്കാനുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാം. അപ്പം ഈ ഒരു പാർട്ട്, അതായത് ഇത്രയും പാർട്ട് കണ്ട ആൾക്കാർ അടുത്തൊരു പാർട്ടോട് കാണണം. കാരണം എങ്കിലും നമുക്ക് ആ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മിക്കവരും ലാസ്റ്റ് പാർട്ട് അങ്ങനെ കാണാറില്ല. അല്ലെങ്കിൽ മെയിനായിട്ട് എല്ലാവരും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ചെയ്യുന്ന വീഡിയോയും പിന്നെ ഫേസിൽ ആ ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും ആൾക്കാർ കാണുക. ബാക്കി ഡ്രസ്സിൻ്റെ വരയ്ക്കുന്നോ അല്ലെങ്കിൽ കൈ ഉള്ള ഭാഗം വരയ്ക്കുന്നതൊന്നും ആൾക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾ അത് കാണുക. കാരണം നിങ്ങൾക്ക് ആ ഡ്രോയിങ് അതുപോലെ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ഡ്രോയിങ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ ആ ഒരു ഭാഗം കൂടെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ടൊന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് കയറി നോക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റായിട്ട് നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രീ ഹാൻഡായിട്ട് ഡ്രോയിങ് ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫേസ് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിക്കവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഡ്രോയിങ്ങൊക്കെ നമ്മൾ ഒരുപാട് ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം ബിഗിനേഴ്സായിട്ട് വരുന്ന എല്ലാവർക്കും തന്നെ ഗ്രിഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ യൂസാണ്. കാരണം നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഗ്രിഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക പ്ലേലിസ്റ്റൊക്കെ. പിന്നെ എന്താ പറയണ്ടത്, നിങ്ങൾ ഓരോ ഡ്രോയിങ് ചെയ്തിട്ട് അതൊന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അയച്ചു തരിക. മിക്കവരും എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഒരുപാട് പേര് നല്ല രീതിയിൽ തന്നെ വരയ്ക്കുന്ന മിക്കതും നല്ല ഇതായിട്ട് തന്നെ വരച്ച് എനിക്ക് അയച്ചു തരാറ്. അപ്പം ചില മിസ്റ്റേക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞാൻ. അപ്പം നമ്മൾ വരച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും. അത് കുഴപ്പമില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാമെന്ന് ഞാൻ പറയാറുള്ളൂ. അപ്പം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഓരോ ഡ്രോയിങ്ങിലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. കാരണം ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വരച്ച ഡ്രോയിങ്ങൊക്കെ അതായത് പഴയതാണെന്നനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒരു ഫയലിലൊക്കെ ഇട്ട് വെച്ചേക്കുക. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പഴയ ഡ്രോയിങ് എടുത്ത് നോക്കുക. അപ്പം അതിൻ്റെ ഒരു ഇമ്പ്രൂവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയതിൽ നിന്ന് നിങ്ങൾ എത്രത്തോളം മികച്ച് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പഴയ ഡ്രോയിങ് നോക്കുമ്പം പഴയ ഡ്രോയിങ്ങും പുതിയ ഡ്രോയിങ്ങും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പം നമ്മളങ്ങനെയാണ് ഓരോ ഡ്രോയിങ്ങും ഇമ്പ്രൂവ് ആയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ നിങ്ങൾ വരച്ച ഡ്രോയിങ്ങൊക്കെ മറ്റുള്ളവർ കാണുന്ന സമയത്ത് അവർ പറയും നന്നായിട്ടുണ്ടെന്ന് പറയുന്ന സമയത്തും നിങ്ങളൊരു ഇമ്പ്രൂവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡ്രോയിങ് ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് നിങ്ങൾ ഡ്രോയിങ്ങിലേക്ക് വരിക.
പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ നിങ്ങളെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം തന്നെ നമ്മൾ ട്യൂട്ടോറിയലായിട്ടാണ് ഇടുന്നത്. അപ്പം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് തന്നെയാണ് പോകുന്നത് മിക്ക വീഡിയോക്കതും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാൻ നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേസിൽ ആ ഷെയ്ഡിങ്ങിൻ്റെ ഭാഗം കുറച്ചൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ താടിയിൽ കുറച്ച് ഭാഗം വരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മൾ താടി വരയ്ക്കുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ വരയ്ക്കുക. അതായത് പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ട് ഓരോ രോമങ്ങൾ വരുന്ന രീതിയിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കുക. അതിനിടയ്ക്ക് നരച്ച രോമങ്ങൾ വരുന്നുണ്ട്. അപ്പം അതും ആ ഒരു ഭാഗം എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതി നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. പിന്നെ എന്താ പറയേണ്ടത്, നിങ്ങൾ ഓരോ ഡ്രോയിങ്, അതായത് നിങ്ങൾ ഈ ഒരു ഫേസ് ഫുള്ളായിട്ട് വരച്ചിട്ട് നിങ്ങൾ ആ റെഫറൻസ് ഇമേജുമായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക. അതുപോലെ വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതുപോലെ ആക്കാൻ മാക്സിമം ഒന്ന് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരച്ചാൽ മതി. നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് നല്ല രീതിയിൽ വരയ്ക്കും എന്ന രീതിയിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒരിക്കലും അങ്ങനെ കരുതണ്ട. കാരണം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഓരോ പ്രാവശ്യം ഡ്രോ ചെയ്ത് തന്നെയായിരിക്കും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരിക. അതുകൊണ്ട് മിസ്റ്റേക്കൊക്കെ വന്നോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ അത് വീണ്ടും ചെയ്ത് പഠിക്കുക. കാരണം നിങ്ങളുടെ ആ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ റെഫറൻസ് ഇമേജ് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എവിടെ കൊണ്ടാണ് തെറ്റിപ്പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫോട്ടോ നോക്കി തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. കാരണം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ. അപ്പം വരച്ച് തെറ്റിപ്പോയി എന്ന് കരുതി നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് ആ ഡ്രോയിങ് അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമ്മുടെ അവിടെ കൊണ്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അത് വിഷമിക്കാണ്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്താലേ ഇമ്പ്രൂവ് ചെയ്ത് വരത്തുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ഭാഗങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലിപ്സ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് എടുത്താൽ മതി. അപ്പോൾ അവിടെ തീരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് തന്നെ മതി, ഒരുപാട് ഡാർക്ക് ഷെയ്ഡൊന്നും വേണ്ട. അപ്പോൾ അടുത്തൊരു പാർട്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് വരച്ച് നോക്കുക.